അപ്പൊ നിലവിൽ വേറൊരു ചോദ്യമുണ്ട്. അപ്പൊ ആ പയ്യൻ നമ്മുടെ എന്താ പയ്യൻ എവിടെ? ഞാൻ പറയാം. പയ്യൻ എവിടെ? അതാണ് പയ്യൻ എവിടെയാന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ് പയ്യൻ ആരാന്നുള്ളത്. പക്ഷെ അവന് ഈ അടുത്ത് റീസെന്റ് ഒരു 3-4 വർഷമായിട്ടുള്ള വിവാഹം കഴിച്ചിട്ട് ഓന്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് പരിസരത്ത് എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥര് കുറവാണ്. അപ്പൊ ഇവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോയാലും ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി വരിക എന്നല്ലാതെ അപ്പോഴും എനിക്കറിയില്ല കേട്ടോ ഈ കണ്ണൻ എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കളുടെ ദൈവമാണ്. നമ്മുടെ വീട്ടിലെ TV ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആകെ ദൂരദർശനല്ലേ അന്നത്തെ കാലത്ത് കിട്ടുള്ളൂ. പിന്നെ ഒരു സീരിയൽ ഉണ്ടായി ഗംഗാമാത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ഒരു സ്ത്രീ ഒരു താമരയിലൊക്കെ ഇരുന്നിട്ടുള്ള പണ്ടത്തെ, അതായത് പണ്ടത്തെ നമ്മുടെ ഹിന്ദി സീരിയലിന് മലയാളത്തേക്ക് ഡബ് ചെയ്ത സാധനം. അതിലാകെ ഈ ഗംഗാമാതനെ അറിയാം. പിന്നെ ഒരു നാരായണ ഈ അമ്പലത്തിന്റെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾക്ക് ഉമ്മണ്ട് വിളി അണ്ണാന്നൊരു വിളി വിളിക്കും. അപ്പോൾക്ക് നമ്മൾ മ്യൂട്ടാക്കിക്കൊള്ളണം. അതെന്താ പറയുന്നതെന്ന് പോലും കേൾക്കുന്നത്. ഞങ്ങളൊക്കെ വീട്ടിൽ സൗണ്ട് കുറച്ചിട്ടാ ഈ ഒരു സീരിയല് ഉമ്മയും ബാപ്പയും കാണാതെ ഞങ്ങൾ കണ്ടോണ്ടുന്നത്. അത്രക്ക്. അതേപോലെ ഏതെങ്കിലും നമ്മളെ ഈ സിനിമയിലൊക്കെ ഈ അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുമല്ലോ, ആ സമയത്ത് നമ്മൾ സൈലന്റ് ആക്കിക്കൊള്ളണം. അത് വീട്ടിൽ വെക്കാൻ പാടില്ല. വീട്ടിന് ദോഷാണ് അതൊക്കെ. ദോഷയാണ് എന്നുള്ളത് ഇപ്പോഴാണ് അവർക്കറിയുന്നത്. അപ്പോൾ ദോഷമാണ് എന്നാണ് ഓല് പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഓണം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോവും, സദ്യ കഴിക്കും, തിരിച്ചു പോരും. അവരവരുടെ പൂജാമുറിയൊക്കെ അടിച്ചിട്ടതാ. അപ്പോഴും കണ്ണന് ഇതാണെന്നോ കണ്ണൻ തന്നെയാണ് കൃഷ്ണന് എന്നുള്ളതുള്ള ഞാൻ ഒരുപാട് കാലത്തിന് ശേഷാട്ടോ അറിയപ്പെട്ടത്. അങ്ങനെ കാലം ഇങ്ങോട്ട് കടന്നുപോയി. ചില സാഹചര്യങ്ങൾ കാരണം എൻ്റെ പഠനം 9ാം ക്ലാസ് വെച്ച് നിർത്തി.